ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ശ്ലീഹാകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയുടെ സുവിശേഷം തങ്ങളുടെ വചനം വഴിയും പ്രവർത്തികൾ വഴിയും അത് എല്ലായിടത്തും പ്രചരിപ്പിച്ച ആ ഒരു ദിവ്യ സംഭവം അത് അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് ഈ ശ്ലീഹാകാലം. ഇന്നത്തെ ലേഖനം 1 തിമോത്തിയോസ് 1:12 പറയുന്നുണ്ട്: എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന് നന്ദി. എന്നെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച വിശ്വസ്തനായി കണക്കാക്കിയ, മുമ്പ് കർത്താവിനെ നിന്ദിച്ച ഉപേക്ഷിച്ചവനായ എന്നെ അവൻ സ്വീകരിച്ചു. കർത്താവിൻ്റെ കൃപ ഈശോയോടുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി എന്നിലേക്ക് കവിഞ്ഞൊഴുകി. 1 തിമോത്തിയോസ് 1:14. പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അങ്ങനെയുള്ള ഈ കാരുണ്യത്തിൻ്റെ സന്ദേശം എൻ്റെ മകനായ തിമോത്തിയോസെ, വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടി നീ പടപൊരുതുവാൻ ഉള്ള ചുമതല നിന്നെ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടിയുള്ള ഒരു പടപൊരുതലാണ്. ചില ആളുകൾ മനസ്സാക്ഷിയെ നശിപ്പിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ച് കളയുന്ന സാഹചര്യമുണ്ട്. 18-ാം വാക്യത്തിൽ അവിടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള സാഹചര്യങ്ങൾ വളർന്നു നിൽക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ശ്ലീഹാകാലത്ത് ആ ശ്ലീഹന്മാരെ ഏറ്റെടുത്തത്. ആ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഈശോയുടെ സുവിശേഷം എപ്പോഴും ജീവൻ്റെ സുവിശേഷമാണ്. മരണം നിറഞ്ഞ മരണസംസ്കാരം, പാപത്തിൻ്റെയും ഇരുള്, അങ്ങനെയുള്ള മരണം, അതിൻ്റെ സംസ്കാരത്തിൽ നിന്നും ജീവൻ്റെ കൃപയുടെ ഒരു സംസ്കാരമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് ലാസറിനെ ഉയിർപ്പിക്കുവാൻ കർത്താവ് പോകുന്ന യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈ സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ ചില പ്രവർത്തന രീതികൾ, കർത്താവിൻ്റെ മെത്തഡോളജി, ആ പ്രവർത്തന ശൈലി എന്താണ്? സുവിശേഷം വെറും ആശയം പ്രചരിപ്പിക്കലല്ല, മറിച്ച് സ്നേഹബന്ധങ്ങളിലൂടെ പകരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ ലാസറിൻ്റെ കുടുംബത്തെ, മർത്തായെയും മറിയത്തെയും അവരെയെല്ലാം ആ കുടുംബവുമായുള്ള വലിയ ബന്ധമാണ്. ആ കർത്താവ് അതുകൊണ്ടാണ് ഈ ലാസറിൻ്റെ രോഗിയാണെന്നുള്ള വിവരം അറിയുമ്പോൾ അവനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. അതാണ് സന്ദർഭം. അങ്ങനെ കർത്താവ് നീ സ്നേഹിക്കുന്ന ശിഷ്യൻ രോഗിയാണ് എന്ന് പറയുമ്പോൾ കർത്താവ് 2 ദിവസം കൂടി അവിടെ ചിലവഴിക്കുകയാണ്. കാരണം 3-ാം ദിവസം ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആ ദിവസം കർത്താവ് അവിടെ ചെല്ലേണ്ടതുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, പകലിന് 12 മണിക്കൂറില്ലേ, പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. യഹൂദന്മാരുടെ സങ്കല്പം അനുസരിച്ച് പ്രകാശം വരുന്നത് കണ്ണിൽ നിന്നാണ്. പകൽ വെളിച്ചത്തിൽ കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുവെ പ്രതിഫലിപ്പിക്കുമ്പോൾ അവന് ഓരോന്ന് കാണാൻ സാധിക്കുന്നു. പ്ലേറ്റോയും ടോളമിയും ഒക്കെ കരുതിയിരുന്നത് അതുപോലെയാണ് ഈ യഹൂദന്മാർ കരുതിയിരുന്നത്. എക്സ്ട്രാ മിസ്സിയോൺ എന്ന് പറയും. അതേസമയം അരിസ്റ്റോട്ടൽ കാണുന്നത് ഇൻട്രാ മിസ്സിയോൺ. ഏകദേശം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോലെ വസ്തുവിലുള്ള പ്രകാശം കണ്ണിലേക്ക് വരികയാണ്. കണ്ണൊരു ബൾബായിട്ട് നിൽക്കുന്നില്ല. ഏതായാലും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു സങ്കല്പം വെച്ചുകൊണ്ടാണ്. പകൽ നടക്കുന്നവൻ അവന് പ്രകാശം, ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു. ഈ പകലും രാത്രിയും എന്ന് പറയുന്നത് ഈശോ ഇല്ലാത്ത അവസ്ഥയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ്. പകൽ കർത്താവിൻ്റെ വെളിച്ചമുള്ള അവസ്ഥയാണ്. തട്ടി വീഴുന്നില്ല. തട്ടിവീഴ്ച, പതനം, അത് പാപത്തിൻ്റെ, ഇരുളിൻ്റെ പ്രതീകമാണ്, അന്ധകാരത്തിൻ്റെ പ്രതീകമാണ്. എന്നിട്ട് കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. കൊയ്മാവോ എന്ന് പറയുന്നത്, അതിൽ നിന്നാണ് ഈ സിമിത്തേരി എന്നൊക്കെ വാക്ക് വരുന്നത്. അങ്ങനെ ഉറക്കം, മരണത്തെ ഉറക്കമായിട്ടാണ്. അപ്പം ലാസർ യഥാർത്ഥത്തിൽ മരിച്ചു എങ്കിലും കർത്താവ് അതിനെ ഉറക്കമായിട്ട് ചിത്രീകരിക്കുന്നത് വാസ്തവത്തിൽ കർത്താവ് ഉയിർപ്പിക്കുവാൻ പോകുന്നു എന്ന് മാത്രമല്ല, നിത്യമായ ജീവൻ നൽകുന്നത് ഈ മരണശേഷമുള്ള ആ ഒരു നിത്യമായിട്ടുള്ള ഉണർവ് അത് നൽകുന്നവനാണ് കർത്താവ് എന്നോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഉറങ്ങുകയാണെങ്കിൽ കർത്താവ് അവൻ സുഖം പ്രാപിക്കും. അപ്പോൾ നാച്ചുറൽ സ്ലീപ്പ്, സ്വാഭാവികമായ ഉറക്കമാണെന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് വിചാരിച്ചു.
ഈശോ ഉടനെ വ്യക്തമായി പറയുന്നു, ഫറീസിയ എന്ന് തുറന്നു പറയുകയാണ്, ലാസർ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ കർത്താവ് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നുണ്ട്, ശിഷ്യന്മാർ പറയുന്നുണ്ട് 8-ാം വാക്യത്തിൽ, കർത്താവേ, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണല്ലോ, നീ അങ്ങോട്ട് പോവുകയാണോ? അപ്പോഴാണ് കർത്താവ് ഈ പകലിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ കല്ലെറിയാനിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അതിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ സുവിശേഷം എപ്പോഴും പ്രതികൂല അവസ്ഥയിലൂടെ ഉള്ള ഒരു പ്രവർത്തനമാണ്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ളിടത്താണ് പ്രവർത്തിക്കേണ്ടത്. ഇന്നത് 2-ാമത്തെ വായനയിൽ എസെക്കിയേലിൻ്റെ പുസ്തകം 2:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക്, എന്നെ എതിർക്കുന്നവരുടെ അടുക്കിലേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. 3-ാം വാക്യം, അവർ അവരുടെ പിതാക്കന്മാരും ധിക്കാരികളാണ്, മക്കളമുഷ്ടികളാണ്, കഠിനഹൃദയരാണ്. 5-ാം വാക്യത്തിൽ ധിക്കരിക്കുന്ന ഭവനമാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് മുള്ളുകളും മുൾച്ചെടികളിലും ഇടയിൽ നീ പോകേണ്ടി വരും, തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരും. എങ്കിലും അതൊന്നും കേട്ട് അവരുടെ വാക്ക് കേട്ട് നീ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, അവർ ധിക്കാരികളുടെ ഭവനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്ന ആളുകൾ തേളുകളുടെ ഇടയിൽ ഇരിക്കേണ്ടി വരുന്ന, അതിനുമേലിരിക്കേണ്ടി വരുന്ന അവസ്ഥ, വിഷമയമായ ഹൃദയമുള്ള ആളുകൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക. അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു അനായാസമായൊരു കാര്യമല്ല സുവിശേഷ പ്രഘോഷണം. വിരുദ്ധ സാഹചര്യങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ ആ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ശക്തി സംഭരിക്കുക. അതുകൊണ്ടാണ് എന്നെ ശക്തിപ്പെടുത്തുന്നതായ കർത്താവെന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കർത്താവ് അതിനെ നേരിടുന്നത്? കർത്താവ് അതോർത്തുകൊണ്ട് വഴി മാറുന്നില്ല, മറിച്ച് കർത്താവ് ആ വഴി വെട്ടുകയാണ്, അതുവഴിക്ക് പോവുകയാണ്. അങ്ങനെ അടഞ്ഞ വഴികൾ തുറന്നുകൊണ്ട് തന്നെ കർത്താവ് മുന്നേറുകയാണ്. ആ അവസരത്തിലാണ് ലാസർ മരിച്ചുപോയി, ഞാനവിടെ ഇല്ലാത്തതിനെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു, കാരണം ദൈവത്തിൻ്റെ മഹത്വം അവിടെ കാണുവാൻ വേണ്ടിയാണ് എന്ന് ഈശോ നേരത്തെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ദിദിമോസ് എന്ന താമ്മ അല്ലെങ്കിൽ ദിദിമോസ് എന്ന് പറഞ്ഞാൽ ഇരട്ട എന്ന അർത്ഥം. ഇരട്ട എന്ന് പറഞ്ഞാൽ ഈശോയുടെ അപരൻ എന്ന അർത്ഥമുണ്ട്, അത് തന്നെ ഇരട്ട സ്വഭാവമുള്ളവരെന്നൊക്കെ പറയാം. പക്ഷേ കർത്താവിനോട് ഏറ്റവും അടുത്തൊരു വ്യക്തിയായിട്ടാണ് ഈ യോഹന്നാൻ സുവിശേഷകൻ തോമായെ അവതരിപ്പിക്കുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനോടും ഒപ്പമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തോമാശ്രീയുടെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് പല പ്രാവശ്യം. തോമാശ്രീ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, നമുക്കറിയാം. അപ്പോൾ തോമ പറഞ്ഞു, പോകാം, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. ഇത് വളരെ ശക്തമായ ഒരു വചനമാണ്. ഈശോയുടെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഇത്രയും ശക്തമായ ഒരു വചനം തൻ്റെ ശിഷ്യന്മാരൊരാൾ പറഞ്ഞതായിട്ട് നമുക്കറിവില്ല. അപ്പോൾ ശിഷ്യൻ്റെ ധൈര്യം, എത്ര പ്രതികൂലാവസ്ഥയും മുന്നോട്ട് പോകുവാനുള്ളൊരു ധൈര്യം കൊണ്ടാണ്, ഈശോയുടെ കൂടെ പോകുവാനുള്ള ധൈര്യം തോമാശ്ലീഹായ്ക്കുണ്ടെന്ന് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പോകാം, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം, അവനോടൊപ്പം മരിക്കാൻ പോവുക. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ എടുത്തു പറയുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി 15:13, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാൻ സ്വയം വിശേഷിപ്പിക്കുന്നെങ്കിലും ഈശോയെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ വാസ്തവത്തിൽ ഈ തോമാശ്ലീഹായാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ തയ്യാറാവുകയാണ്. അപ്പം അങ്ങനെയുള്ള വലിയ സ്നേഹമാണ്. 2 തിമോഥെയോസ് 2:11 മുതൽ 13 വരെ അവിടെ പറയുന്നുണ്ട്, അവനോടുകൂടി നാം മരിച്ചാൽ അവനോടുകൂടി ജീവിക്കും. അപ്പോൾ തോമാശ്ലീഹ പറയുന്നതിൻ്റെ ഒരു പൂരണമാണ്. അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനോട് ജീവിക്കാൻ തന്നെയാണ്. അപ്പോൾ ഈശോയോട് കൂടി ജീവിക്കുക. റോമ 14:8, നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടിയാണ്, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടിയാണ്. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നാം കർത്താവിന് വേണ്ടിയാണ്. അപ്പോൾ ഈശോയോട് മരണം വരെ, മരണത്തിനപ്പുറത്തും കടന്നു ചെല്ലുന്നതാണല്ലോ സ്നേഹം. അതുവരെയുള്ള വലിയൊരു സ്നേഹം, ഒരു ശിഷ്യൻ്റെ യോഗ്യത, ഒരു ശിഷ്യൻ്റെ ക്വാളിറ്റി, അത് ധൈര്യസമ്പന്നനാണ്, അതേസമയം തന്നെ സമൃദ്ധിയുമുള്ളവനാണ്. ഈശോയോടുള്ള സ്നേഹത്താൽ അവൻ ഏത് പ്രതികൂല സാഹചര്യം കടന്നു ചെല്ലുവാനുള്ള ശക്തിയുണ്ട്. തോമായുടെ വാക്കുകൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയും, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. തന്നെ പോവുകയല്ല, നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. ശ്ലൈഹിക സഭയിൽ ശ്രീഹന്മാർ ഒന്നിച്ചു പോവുക, അതിനുള്ള സിനഡൽ യാത്ര എന്ന് പറയുന്നതാണ്.
സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്നിച്ചു പോവുക എന്നാണ്. സഭയോട് ചേർന്ന് ഒന്നിച്ചു പോവുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭകൾക്കുള്ളിൽ തന്നെ വിഘടന സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പത്രങ്ങളൊക്കെ വായിക്കുന്നുള്ള ചെറിയ ചെറിയ സഭകൾ, വളരെ ചെറിയൊരു കുഞ്ഞു സഭയാണ് ക്നാനായ സഭ, അല്ല അതുപോലെയുള്ള യാക്കോബ ഓർത്തഡോക്സ് സഭ, സിറോ മലബാർ സഭയിൽ വലിയ സഭയാണ്. അവിടെയെല്ലാം ഇങ്ങനെ വിഘടന ചിന്തകൾ വളരുകയാണ്. ഒന്നിച്ചു പോകാനുള്ള പ്രവണതയിൽ നിന്ന് മാറി, കുതറി മാറി സ്വന്തം ഇഷ്ടമനുസരിച്ച് പോകുവാനുള്ള പ്രവണത സഭയിലുണ്ടാകുന്നു. അത് ഈശോ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ അടയാളമായിട്ട് സഭാ ശത്രുക്കൾ വിശദീകരിക്കാറുണ്ട്. ശത്രുക്കൾ പറഞ്ഞാൽ പോലും ചില സത്യങ്ങൾ അതിലുണ്ട്. അതായത് ഒന്നിച്ചു പോവുക, ആ സിനഡൽ സ്വഭാവം സഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇടവകളിലാകാം, സമൂഹങ്ങളിലാകാം, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിൽ പോലും ഒന്നിച്ചു പോകുവാനുള്ള പ്രവണത, ആ ഒരു താല്പര്യം അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തോമാശ്ലീഹ പറയാം, നമുക്കും പോകാം. ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് സുവിശേഷവുമായുള്ള യാത്ര, ദൗത്യവുമായുള്ള യാത്ര. അങ്ങനെ ഒന്നിച്ച് നമുക്ക് പോവുക കർത്താവ് പോവുക എന്ന് പറഞ്ഞാൽ തോമാശ്ലീഹ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണല്ലോ ആ മാർഗം, പോകുക എന്ന് പറയുന്നതാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 19:1-8 വരെ സീനാ മലമുകളിൽ വെച്ചുള്ള മോശ കൊടുക്കുന്ന സന്ദേശമാണ്. കഴുകന്മാർ ചിറകളിൽ എന്നതുപോലെ സംവഹിച്ച് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു, ദൈവം കൊണ്ടുവന്നു ആ യാത്ര. എൻ്റെ വാക്ക് കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട ജനമാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാണ്. പുറപ്പാട് 19:6. അപ്പോൾ പ്രത്യേക ജനതയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ദൈവികമായ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുന്നവരാകണം. അങ്ങനെയുള്ള ചരിക്കുന്നതാണ് ഹലാക്ക എന്ന് പറയും, നടക്കുക എന്ന വാസ്തവത്തിൽ. അപ്പോൾ കൽപ്പന അനുസരിച്ച് നടക്കുക, ദ വേ ഓഫ് ലൈഫ്, സുറിയാനിൽ ദുബാറ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേ ഓഫ് ലൈഫ്, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന അവസ്ഥ. അപ്പോൾ അതാണ് കൽപ്പനകൾ പാലിച്ച് ജീവിതത്തിൽ ദൈവികമായ ആ ചൈതന്യത്തിൽ മുന്നേറുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് പറയാം, നമുക്കും പോകാം. അപ്പോൾ അവനോടൊപ്പം, ഈശോയോടൊപ്പം പോകണം. ഒറ്റതിരിഞ്ഞ് പോയാൽ പോരാ, സ്വാർത്ഥ വഴികളിലൂടെ പോയാൽ പോരാ, കർത്താവ് വരച്ചിട്ട വഴികളിലൂടെ പോകണം. കർത്താവ് നൽകുന്ന മാർഗങ്ങളിലൂടെ, കർത്താവിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് മുന്നോട്ട് പോകണം. അവനോടൊപ്പം പോയി മരിക്കാൻ നമുക്ക് പോകാം. ഈശോയോടൊപ്പം മരിക്കുന്നവൻ, അതിൻ്റെ അർത്ഥം എല്ലാവരും മരിക്കും. അപ്പം മരണം സുനിശ്ചിതമാണ്, എപ്പോഴാണെന്ന് മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് അത് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭീരുക്കൾ പലതവണ മരിക്കും, പക്ഷേ ധൈര്യവാൻ ഒരിക്കലേ മരിക്കുകയുള്ളൂ. അങ്ങനെ ധൈര്യത്തോടുകൂടി പോകാം എന്നുള്ള ആ വാക്ക്, തോമാശ്ലീഹായുടെ അനശ്വരമായ വാക്കുകൾ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമെന്ന് പറയുന്നത് പോലെയുള്ള വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്ന 16-ാമത്തെ വാക്യം. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. കർത്താവിനോടൊപ്പം പോകുമ്പോൾ തന്നെ ജീവനിലാണ്. കർത്താവിനോടൊപ്പം സഞ്ചരിക്കുകയും കർത്താവിനോടൊപ്പം ഒടുവിൽ മരിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവിനുള്ള ജീവനാണ്. കർത്താവ് ജീവനാണ്. കർത്താവ് ജീവൻ്റെ സന്ദേശം നൽകുന്നവൻ മാത്രമല്ല, ജീവൻ തന്നെയാകുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം തോമാശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ തോമാശ്ലീഹ വലിയ ഒരു യാത്ര നടത്തിയാണ് നമ്മുടെ ഭാരതത്തിലെ സഭയിൽ എത്തിച്ചേർന്നത്, നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നത്. ഇവിടെ സുവിശേഷം അറിയിച്ച് ആ പാരമ്പര്യം നമുക്കും അവനോടൊപ്പം പോകാം. അപ്പോൾ തോമാശ്ലീഹായുടെ ആ ഒരു സിനഡൽ യാത്ര, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന അവസ്ഥ, കൂട്ടായ്മയോട് ചേർന്ന് പോകുന്ന അവസ്ഥ, അതിൽ നിന്ന് വിഘടിക്കുന്ന വിഘടനവാദം, ഡിവിഷൻ, അങ്ങനെയുള്ള വിഭാഗീയത ഇതെല്ലാം മാറ്റിവെച്ച് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുക, പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുക, അങ്ങനെ കർത്താവിൽ ശക്തി പ്രാപിക്കുക. എന്നെ ശുശ്രൂഷയ്ക്കായി നിയമിച്ച് എന്നെ വിശ്വസ്തനാക്കി കണക്കാക്കി 1 തീമോഥെയോസ് 1:12. അങ്ങനെ ഓരോ ശിഷ്യനെയും അവിടുന്ന് വിശ്വസ്തനായി കണക്കാക്കുകയാണ്. അവിടെ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ യാത്ര, നമ്മൾ എങ്ങനെയാണ് എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ഈശോയോടൊപ്പമാണോ നാം യാത്ര ചെയ്യുന്നത്? നമ്മൾ അബദ്ധസഞ്ചാരം ചെയ്യുന്നവരാണോ? സഭയോടൊത്ത് ചിന്തിക്കുക, സെന്തീരക്കും എക്ലേസ്യ, സഭയിൽ നിന്ന് മാറിയാണോ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥ വഴിയിലൂടെ നമ്മൾ നീങ്ങുന്നത്? ഇതൊക്കെ പരിശോധിച്ച് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവിടെ നൽകുന്ന ജീവൻ, അത് സ്വീകരിക്കുവാനും പങ്കുവയ്ക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ദിനം ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.